പറഞ്ഞില്ല എന്തൊട്ട് ഞാനും കാണും. അപ്പം ഇന്ന് എനിക്ക് മാഡം ദുബായിലെ പല സ്ഥലങ്ങൾ കാണിച്ചു തരാൻ പോവുകയാണ്. ആക്ച്വലി ഞാൻ ഇവിടെ വന്നിട്ട് ആകെ നെസ്റ്റോ, ലുലു, മെട്രോ, നെസ്റ്റോ ഇവിടെയൊക്കെ പോയിട്ടുള്ളൂ. ഞാനാണ് ഇവിടുത്തെ സ്ഥലം കാണുന്നത്. ഇവിടെ പുറത്തിറക്കി വിട്ടാൽ തിരിച്ചു വരാൻ വഴി എനിക്ക് അറിഞ്ഞൂടാ. മെട്രോ അല്ലേ ഇവിടെ? മെട്രോ കയറാൻ അറിയണ്ടേ? 24 hours ആയതേ ഉള്ളൂ ഞാൻ വന്നിട്ട്. അപ്പം പഠിച്ചാലേ പോകാൻ പറ്റുള്ളൂ. ഞാൻ പുറത്ത് പോയിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം. എനിക്ക് ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ കൊണ്ട് ഞാൻ പോയി കാണിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടൊക്കെ വരാം. കാണിച്ചു കൊടുക്കും. ദുബായിയുടെ വിജനതയിലൂടെ നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സീരിയസ്ലി ഗൈസ്, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫ് ഐ ഡ്രീംഡ് ഫോർ. സത്യം, അവിടുന്ന് വന്നിട്ട് ഇവിടെ കാണുമ്പോഴത്തേക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അല്ലേ? നീ എവിടെ കിടന്ന് അതുപോലെയൊക്കെ തന്നെ. മതി ഗൈസ്, ബാക്കി ഇനി എന്തെങ്കിലും കൊണ്ടേ കാണിച്ചു തരാം. വേണ്ട, ഇവിടെ ഡോളർ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാണ് കോടാലിന്നടി ക്രോക്കഡൈലി സ്ഥലം കണ്ടിട്ട് വെസ്റ്റേൺ കൺട്രീസ്. ദുബായിയുടെ ഒരു ഫീലേ അല്ല എനിക്ക്. നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകണം? ഞാൻ കൊണ്ടുപോകാം. വാ. ഇപ്പൊ നമ്മൾ എവിടെയാണ് ദുബായിൽ കുറെ ബിൽഡിംഗ് ഒക്കെ ഉള്ളത്. ചോദിച്ചു പോകാതല്ലേ? വാ, ചോദിച്ചു. എന്ത് ചെയ്യണം അവിടെ ഇങ്ങനെ ചുമ്മാ നടന്ന് എവിടെയൊക്കെയോ എത്തിക്കണം. ഇവിടെയെല്ലാം യൂറോപ്യൻ സ്റ്റൈല്. കുറെ താഴ്ത്തുവരും നടുവരും ഇരിക്കുന്നു. ദുബായിയുടെ വേറൊരു സൈഡ്. എവിടെ എത്തിയുണ്ടോ? ഇതെന്തായിരുന്നു? ഫ്യൂച്ചർ മ്യൂസിയം. ഇനി നമ്മൾ നടന്ന് വരുമ്പോൾ നമുക്ക് അതിലോട്ട് കയറാം. എനിക്കിനി അവധി ഈ ഇടയ്ക്കില്ല. എനിക്കിനി എന്നും അവധിയാണല്ലോ, പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല. ആക്ച്വലി ഇവിടെ ജോലി സെർച്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ജോബ് ഹണ്ടിങ് വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം കൊടുത്തിട്ടാമേ ഫോളോ ഒക്കെ ചെയ്ത്. അതെ, യൂട്യൂബ് ഫോളോ ചെയ്യട്ടെ, എന്നിട്ടല്ലേ ഇൻസ്റ്റാഗ്രാം എല്ലാം ഫോളോ ചെയ്യണം. ഇനി നമുക്ക് ജോബ് ഹണ്ടിങ് സീരീസ് ആയിരിക്കും ഇനി അങ്ങോട്ട്. യെസ്, നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് 30 days ചലഞ്ച്. അതിന് മുന്നേ നമുക്ക് ജോബ് കണ്ടെത്തണം. അതാണ് നമ്മുടെ മിഷൻ. ഞാൻ ആയില്ലെങ്കിൽ ഞാൻ 60 days ആക്കും. അങ്ങനെ വേണ്ട, എക്സ്റ്റെൻഡ് ചെയ്യാമല്ലോ. നമുക്ക് 30 days ഉള്ളിൽ തന്നെ. അതാണ് നമ്മുടെ എന്നുവെച്ചാൽ ഒരു ഫ്രഷറായിട്ട് ഇവിടെ വന്ന് എങ്ങനെയാണ് ജോലി നമുക്ക് കയറേണ്ട അല്ലെങ്കിൽ കിട്ടുന്ന അതിൻ്റെ കഷ്ടപ്പാട്, അതായിരിക്കും അടുത്ത സീരീസ് പാർട്ടായിട്ടൊക്കെ ഇറങ്ങാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ. എല്ലാം സെറ്റാക്കും. എല്ലാം സപ്പോർട്ട് ചെയ്താൽ മതി. ഇനി തൊട്ട് ഞാൻ പറഞ്ഞോട്ടാ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞുതരാം. അതായത് പുതിയതായിട്ട് ഇനി ആരെങ്കിലും ഇങ്ങോട്ടൊക്കെ താല്പര്യം കാണുമല്ലോ. ഞങ്ങൾ ബേസിക്കലി നഴ്സിംഗ് ആണ് പഠിച്ചത്, BSc നഴ്സ് ആണ്. എനിക്ക് ജോലിയുണ്ട്, ഇവള് ജോലി അന്വേഷിച്ച് വന്നതാണ്. സോ നമുക്ക് ഉടനെ കാണാം. എല്ലാവരും പ്രാർത്ഥിക്കണം ജോലി കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് ഇനി പറഞ്ഞോടാ കുട്ടാ, എന്തല്ലേ കാണിച്ചോ? അത് ഇന്നത്തെ വീഡിയോയുടെ എൻഡിങ് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതിപ്പോൾ അടുത്ത ദിവസമായി. ഞാൻ രാവിലെ കഷ്ടപ്പെട്ട് പോയിട്ട് രാത്രിയാണ് വരണത്. എന്തായാലും വീഡിയോ ഇടണമല്ലോ, അപ്പോൾ എന്തായാലും എൻഡിങ് വീഡിയോ വേണ്ടേ? എൻഡിങ് വീഡിയോ ശരി, വീഡിയോയുടെ പോർഷൻ ആണ്. ശരി. എന്തായാലും നമ്മള് വേറൊരു ഇതിന് മുന്നേ ഒരു വീഡിയോ എടുത്ത്
അതിന് തമ്മിൽ ഇടാൻ പറ്റാതെ വൈകിട്ട് തൊട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇല്ല, പഠിക്കും, ഇങ്ങനെയെങ്കിലും ഓരോന്ന് പഠിക്കണം. ആക്ച്വലി ഇതിന് മുന്നേ ഇട്ട വീഡിയോ ഞാൻ ഇട്ടാണ്, പക്ഷെ അതിന് എങ്ങനെ തമ്മിലിട്ടെന്ന് ഞാൻ മറന്നുപോയി. ഈ വീഡിയോയില് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അത്ര കണ്ടന്റ് ഒന്നുമില്ല. അടുത്ത വീഡിയോയിൽ നല്ല നല്ല കണ്ടന്റ് ആയിട്ട് വരാം. ഓക്കെ, അടുത്ത ജോബ് ഹണ്ടിങ് ആണ്. ഇവിടെ ജോബ്